എൻ്റെ പേര് സൗമിനി ആൻ്റണി. ഞാൻ കുമ്പളങ്ങിൽ നിന്ന് വരുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ഇടവക കുമ്പളങ്ങി. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് 1 വർഷമായി. തീരെ കിടപ്പിലായിരുന്നു. അപ്പോൾ 2 പേര് പിടിച്ച് കൊണ്ടുപോയാലേ ബാത്റൂമിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ എൻ്റെ അമ്മയുടെ കാര്യം മാതാവിനോട് പറയുകയും ഉടമ്പടിയിൽ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് എണ്ണയും തിരിയും മറ്റെല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ആരും പിടിക്കാതെ സ്വയം അമ്മയുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ബാത്റൂമിൽ പോവുകയും കുളിക്കുകയും അമ്മ സ്വന്തമായി എല്ലാ കാര്യങ്ങളും അമ്മ ആരുടെ സഹായമില്ലാതെ ഇപ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റ് നടന്ന് ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും കുളിക്കുകയും എല്ലാം ചെയ്യുന്നു. രണ്ടാമതായി എൻ്റെ മകൻ MBA കഴിഞ്ഞിട്ട് നല്ല ഒരു ജോലിയില്ലായിരുന്നു. 5 വർഷമായി അവന് ശമ്പളമില്ലാത്ത ഒരു ജോലിയിൽ എൻ്റെ മകൻ തുടരുകയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് 2 പുതുക്കിയിട്ടും അച്ഛനെ കാണാൻ 1 പ്രാവശ്യം പുതുക്കി അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശമ്പളമില്ലാതെ നിന്ന് ശമ്പളം കൂട്ടുന്ന അവസ്ഥയിൽ അവൻ കൊറോണ വരികയും അവനിങ്ങനെ ടെൻഷൻ അടിക്കുകയും വീട്ടിൽ നിന്ന് ഭയങ്കര പ്രയാസം, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് MBA പഠിച്ച മകൻ 5 വർഷം സാലറി കുറവായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ വന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അവൻ പോകുമ്പോൾ അവൻ്റെ ബാഗിൽ മാതാവിൻ്റെ ലോക്കറ്റും പേപ്പറും വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡിസംബർ 10-ാം തീയതി ഞാൻ പറഞ്ഞു, മാതാവേ ഡിസംബർ 30-ന് മുമ്പ് എൻ്റെ മകന് സാലറിയുള്ള നല്ലൊരു ജോലി ഇവിടുന്ന് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഡിസംബർ 8-ാം തീയതി എൻ്റെ മകന് ടെക്നോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും 12-ാം തീയതി അവനെ വീണ്ടും 500 കുട്ടികൾ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൻ 4 പേരിൽ ഒരുത്തനായി തിരഞ്ഞെടുക്കുകയും ജനുവരി 1-ാം തീയതി എൻ്റെ മകൻ നല്ല സാലറിയോടുകൂടി അവിടെ ജോലിക്ക് പ്രവേശിക്കുകയുമാണ്. മാതാവ് വഴിയായി എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി. എൻ്റെ ഈ MBA പഠിച്ച മകൻ ഈ സാലറി കുറഞ്ഞ കമ്പനിയിൽ ജോലിയെടുത്ത് രാത്രി നൈറ്റ് 7 മണിക്ക് വരുമ്പോൾ ഒരു ഡ്യൂക്കിലാണ് വരുന്നത്. ഒരു വണ്ടി ആക്സിഡൻറ്റിൽ എൻ്റെ മകൻ റൈറ്റ് സൈഡിൽ വിടാതെ ഇടത് സൈഡിലേക്ക് വീഴുകയും മാതാവിൻ്റെ പത്രവും ലോക്കറ്റും ബാഗിലുണ്ടായിരുന്നു. എൻ്റെ മകൻ ഒരു പോറൽ പോലും മുഴാതെ എല്ലാവരും വന്ന് എൻ്റെ മകൻ എന്തോ സംഭവിച്ചെന്ന് ഓർത്ത് എല്ലാ ബസ്സുകളും നിർത്തി ഒന്ന് വെള്ളം തെളിച്ച് എൻ്റെ മകൻ്റെ ബോധം പോയി. പക്ഷേ എൻ്റെ മകന് ഒരു പോറൽ പോലും മുഴാതെ പാൻറ്റ് കീറി വേറെ ഒന്നും എൻ്റെ വണ്ടിക്കും 1 ലക്ഷം രൂപയുടെ വണ്ടിയാണ്, ഒരു പോറൽ പോലും സംഭവിച്ചില്ല. എൻ്റെ മകന് ഒരു പാൻറ്റ് കീറിയതല്ലാതെ ഒന്നും സംഭവിച്ചു. എൻ്റെ മാതാവ് ആ അപകടത്തിൽ നിന്ന് ഇടത് സൈഡിലേക്ക് വീണ എൻ്റെ മകനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഇന്ന് ആ മകൻ ജനുവരി 1-ാം തീയതി MBA പാസ്സായി മകൻ നല്ല സാലറിയോട് ജോലിക്ക് കയറുകയാണ്. മൂന്നാമതായി എനിക്ക് ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ അമൃത ഹോസ്പിറ്റലിൽ ഒരു പൈസയും ഇല്ലായിരുന്ന അവസ്ഥയിൽ 1.5 ലക്ഷം രൂപ ഒരു ഓപ്പറേഷൻ കാലും വെരിക്കോസ് പൊട്ടി തൈറോയിഡും ചെയ്തു. പക്ഷേ എനിക്ക് 5000 രൂപ മാത്രമേ ആ ഹോസ്പിറ്റലിലായുള്ളൂ. എൻ്റെ മകൻ്റെ ESIയിൽ അതും എൻ്റെ മാതാവ് ഈ 1.5 ലക്ഷം രൂപ എനിക്ക് ഈസിയായി ഈ ഓപ്പറേഷൻ ചെയ്തു. അതുപോലെ തന്നെ ബയോപ്സി ടെസ്റ്റിൽ തൈറോയിഡ് ക്യാൻസർ ആകാൻ വഴിയുണ്ടെന്ന് അമൃത ഡോക്ടർ പറഞ്ഞു. ബയോപ്സി റിസൾട്ടിൽ എനിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു. നല്ല റിസൾട്ട് വന്ന് മാതാവിനെ രക്ഷിച്ചു. ഇനി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനി MBA കഴിഞ്ഞ 9 വർഷമായി MBA കഴിഞ്ഞ് നിൽക്കുന്ന എൻ്റെ മകൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ PSC ബാങ്ക് ടെസ്റ്റുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന് മാതാവ് അച്ഛനോട് ഒന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നു, മാതാവ് ഈ മകളെയും അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. എൻ്റെ പേര് ജോൺ ബ്രിട്ടോ, കാളിപ്പറമ്പിൽ, മരടിൽ നിന്ന് വരുന്നു. മൂത്തയുടെ ഇടവകയാണ്. ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവ് കുറേ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെയും ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം എനിക്ക് നടത്തി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നല്ല അനുഗ്രഹങ്ങൾ തന്നെ തന്നിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോൻ ഫസ്റ്റ് ഇയർ MBBS പരീക്ഷയിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം എഴുതിയപ്പോൾ 2-3 വിഷയം നഷ്ടപ്പെട്ടു. അവന് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ പുറത്ത് ഉടമ്പടിയിൽ ഞാൻ സമർപ്പിച്ചു. അവൻ 2ാമത് എഴുതിയപ്പോൾ എല്ലാ വിഷയത്തിനും നല്ലപോലെ മാർക്ക് വിട്ട് പാസ്സാവാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മോൻ്റെ സങ്കടങ്ങളും മാറിക്കിട്ടി. അത് പറയുവാനായി താമസിച്ചതിന് പറഞ്ഞ് ദൈവത്തിന് ഇത് മാപ്പ് ചോദിക്കുന്നു. പിന്നെ മോൻ്റെ പഠനത്തിനായിട്ട് ഞാൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് അടക്കാനായി ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് പ്രളയം വന്ന് എല്ലാവർക്കും പ്രളയം സങ്കടമായിരുന്നു. എനിക്ക് പ്രളയം പോലും ദൈവം ഒരു അനുഗ്രഹമായി മാറി. എൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ
ബാങ്ക് HDFC ബാങ്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് പ്രളയം ആയതുകൊണ്ട് 5 ലക്ഷം രൂപ ടോപ്പപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു കരമടച്ച റെസീറ്റ് കൊണ്ടുപോയി കൊടുത്ത് എനിക്ക് രണ്ടാമത്തെ ഫീസ് അടക്കുവാനായിട്ട് 5 ലക്ഷം രൂപ അമ്മ മാതാവ് പാസ്സാക്കി തന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് അടക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. തേർഡ് ഇയറും ഫോർത്ത് ഇയറിൻ്റെയും ഫീസ് അടക്കുവാനായി ലോൺ ശരിയാക്കി. പിന്നെ എനിക്ക് ഫീസ് അടക്കാനെല്ലാം പറ്റി. ദൈവത്തിൻ്റെ കൃപയാൽ അതും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ചെറിയൊരു ജോലി ചെയ്തും ഭാര്യ ഒരു ടീച്ചറാണ്. ഭാര്യയും ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭാര്യയുടെ മാല പൊട്ടിപ്പോയി. താലിമാല ചെറുതായിരുന്നത് പൊട്ടിപ്പോയി. അപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാതാവിൻ്റെ ഒരു കാശ് രൂപമുള്ള മാല ഞാൻ ഭാര്യയ്ക്ക് ഇട്ട് കൊടുത്ത്, ഇതിട്ടുണ്ട് പോയിക്കോ, അത് കിടക്കണമെന്ന്. അന്ന് വഴിയിൽ വെച്ച് ഒരു സിഗ്നലിൽ വെച്ച് 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സിഗ്നൽ വീണപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ പുറയുന്ന ഓട്ടോറിക്ഷ വന്നിടിക്കുകയും വണ്ടിയിൽ നിന്ന് തെറിച്ച് ദൂരെ വീഴുകയും ചെയ്തു. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് അതിൽ നിന്ന് രക്ഷിച്ചു. കാരണം അന്ന് ആ മാല പൊട്ടിയത് പോലും അത് മാറ്റിയിടുവാനും ഈ കാശ് വിട്ട മാല ഇട്ട് കൊടുക്കുവാനും സാധിച്ചതിന് ഓർത്ത് ആ സംരക്ഷണവും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ കന്യാസ്ത്രീയാണ്. അപ്പോൾ കന്യാസ്ത്രീയായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പത്രമൊക്കെ മേടിച്ചു കൊടുത്ത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ കല്യാണമായിട്ടുണ്ട്, അവരുടെ സ്ഥലം വിൽപ്പനയ്ക്ക് പോകുന്നില്ല, അവർ കല്യാണമാണെങ്കിൽ നിശ്ചയിച്ച് ഒരാഴ്ചയും കൂടെ ഉള്ളു, അടുത്ത വെള്ളിയാഴ്ച കല്യാണം നടക്കേണ്ടതാണ്. അപ്പോൾ അതിന് പൈസയൊന്നും റെഡി ആയിട്ടില്ല, സ്ഥലം എങ്ങനെയെങ്കിലും എഗ്രിമെൻ്റ് എഴുതി ഒരു 5 ലക്ഷം രൂപ വായ്പ കിട്ടാനായിട്ടോ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞ് ഞാൻ കന്യാസ്ത്രീയായ സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ സാധിക്കുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ കല്യാണത്തിന് 2 ദിവസം മുമ്പ് അവരുടെ ഒരു ബന്ധു കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് സ്ഥലം വിൽപ്പന നടക്കുമ്പോൾ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ആ കല്യാണത്തിന് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കുറേ കാലം പരിശുദ്ധ അമ്മയിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചിരുന്നു. കൊന്ത പോലും ചെല്ലാതെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ മാത്യു നായിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു സാഹചര്യം ഞാനുണ്ടായി. ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിരുന്നു. പക്ഷേ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചൊരു 15 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ സമയങ്ങളിൽ എനിക്ക് അനുഗ്രഹങ്ങൾ വന്നിരുന്നു. പക്ഷേ ഒന്നും ശാശ്വതമായിരുന്നില്ല. ഒരു 3 കൊല്ലം 4 കൊല്ലം ഞാൻ അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും, ഞാൻ മെഡിക്കൽ ഷോപ്പ് എടുത്തിട്ടുണ്ട്, വർക്കുകൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നഷ്ടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ എനിക്ക് തുടരാൻ പറ്റാതെ വന്നു. പക്ഷേ ഞാൻ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ ജോലി പോലും എനിക്ക് വളരെ അനുഗ്രഹവും ആശ്വാസവുമായി പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇത്ര വലിയ അനുഗ്രഹം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിച്ചറിയുന്ന ആ സ്നേഹം, ആ കരുതൽ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനിയും എൻ്റെ ആവശ്യങ്ങളുണ്ട്, എനിക്കെല്ലാം നടത്തി തരും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥന തുടരുകയാണ്. അതുപോലെ തന്നെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം അനുഗ്രഹം എനിക്ക് ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയോട്, കൃപാസന മാതാവിനോട് എന്നും രാത്രിയാമങ്ങളിലും ഉറക്കത്തിൽ പോലും ഞാൻ അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു അവസരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്.